അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി. ഈ ഒരു സ്നാക്ക് ഇപ്പം ഇത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് എന്തെങ്കിലും ഒരു ധാരണ ഇത് കണ്ടിട്ട് കിട്ടുന്നുണ്ടോ? നമ്മളെ പൊട്ടറ്റോ ഫ്രൈയും കോളിഫ്ലവർ ഫ്രൈയും ഒക്കെ ഒരുപാട് കഴിച്ചിട്ടും ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടാവില്ലേ. എന്നാൽ ഈ പടവലങ്ങ വെച്ചിട്ടുള്ള ഇതുപോലുള്ള സ്നാക്ക് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. വേറെ ഒന്നുമല്ല, പടവലങ്ങ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തതെന്ന് നമുക്ക് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കാം അല്ലേ. അപ്പോഴേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഈസി റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണാൻ നമ്മൾ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയിപ്പം നോമ്പൊക്കെ അല്ലേ വരുന്നത്. നോമ്പിനൊക്കെ എന്നും ഇതുപോലുള്ള എന്തെങ്കിലും സ്നാക്സൊക്കെ നിർബന്ധമായിട്ടും വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നോമ്പിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പീസ് ആയിരിക്കുമല്ലോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു സൈസിലുള്ള പടവലങ്ങ എടുത്തിട്ടുണ്ട്. അധികം മൂക്കാത്ത, നമ്മൾ ഈ തൊടുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഞെങ്ങി വരുന്ന ആ ഒരു പരുവത്തിലുള്ള പടവലങ്ങ വേണം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ. എന്നിട്ട് അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്ത് കാണുന്ന ഒരു വൈറ്റ് കളർ പോർഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഒന്നങ്ങ് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നീളത്തിലാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഏതൊരു സൈസിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേങ്കിലേ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ പോലെ നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനിയിപ്പം അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സീഡും കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ഇത് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് തിക്കായിട്ടല്ലാതെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും ഈ ഒരു സ്നാക്ക് കൂടുതൽ ക്രിസ്പിയും നല്ല ടേസ്റ്റും ഉണ്ടാവുക. പിന്നെ പടവലങ്ങയുടെ ആ ഒരു ടേസ്റ്റ് അറിയാലോ. അപ്പോൾ ഇത് നമ്മൾ കട്ടിയിൽ മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു പടവലങ്ങയുടെ ടേസ്റ്റ് മുൻപിട്ട് നിൽക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോഴേ. അപ്പോൾ ഇത് രണ്ടാമത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് തിന്നായിട്ട് അതും ഇതുപോലെ നീളത്തിൽ ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഭാഗം വീണ്ടും ഒന്നുകൂടി ഒന്നങ്ങ് ചെറുതാക്കിയിട്ടായിരുന്നു ആദ്യം ഞാൻ ഫ്രൈ ചെയ്തത്. അപ്പോൾ അതിലും എനിക്ക് കൂടുതൽ ടേസ്റ്റും ക്രിസ്പി ആയിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ നീളത്തിൽ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്ത സമയത്തായിരുന്നേ. എന്നും പടവലങ്ങ മെഴുക്ക് പുരട്ടിയും പരിപ്പിട്ടിട്ട് കറിയും ഒക്കെ വെച്ചിട്ട് മടുത്തവരൊക്കെ ആയിരിക്കും അധികം പേരും അല്ലേ. എന്നാൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളെ. നമ്മൾ ആ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടും കോളിഫ്ലവർ വെച്ചിട്ടും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സെയിം മസാല വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പടവലങ്ങയെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ ഇതിങ്ങനെ കാണാനായിട്ട്. ഇനിയിപ്പം ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ മൈദപ്പൊടിയാണ് എടുത്തത്. നമുക്ക് ഇതിന് പകരം കടലമാവ് വേണമെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആട്ടപ്പൊടിയിലും ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പോൾ ഞാനിപ്പം മൈദപ്പൊടിയാണ് എടുത്തത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കോൺഫ്ലോർ പൗഡറും പിന്നെ എടുക്കുന്നത് അരിപ്പൊടിയാണ്. നമ്മൾ സാധാരണ പിന്നെ പത്തിരിക്കും അതിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അത്. അപ്പോൾ ആ ഒരു അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കളർ കിട്ടാനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് പെപ്പർ പൗഡറും ഉപ്പും ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലൊരു ബാറ്ററാക്കി എടുക്കാം. നമ്മൾ കോളിഫ്ലവറും ഇത് ഗോബി മഞ്ചൂരിയൻ വേണ്ടിയിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ആക്കിയെടുക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു സെയിം ബാറ്റർ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, കളറിനായിട്ട് കാശ്മീരി ചില്ലി മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നോക്കിയിട്ട് വെള്ളം കൂടി പോവരുത്, ഒരുപാട് ലൂസായി പോവരുത് ഈ ഒരു ബാറ്റർ. അപ്പോഴേ നമുക്ക് ആ ഒരു പടവലങ്ങയിൽ ഇത് നല്ലോണം കോട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനേ. ഇനി ഇത് നമുക്ക് ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ഓയിൽ ചൂടാകുന്ന ആ ഒരു സമയം വരെ ഈ ഒരു ബാറ്റർ ഒന്നങ്ങ് റെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളിത് പടവലങ്ങ ഓരോ പീസ് എടുത്തിട്ട് ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടല്ലോ അത്രയും തിന്നായിട്ടാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേവാണ്ട് നിൽക്കുന്ന പ്രശ്നമൊന്നും വരില്ല. നല്ലോണം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ല ചൂടുള്ള ഓയിൽ തന്നെ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൽ ഒട്ടും എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാകുക. ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറഞ്ഞല്ലോ ആ ഒരു പടവലങ്ങ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ആ ഒരു മുകൾ ഭാഗത്തുള്ള ബാറ്റർ ഒന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈം മാത്രം മതിയാകും. ഇനിയിപ്പോൾ എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഇനിയിപ്പോൾ നല്ല ചൂടുള്ള അധികം മധുരമൊന്നും ഇടാത്ത ലൈറ്റായിട്ടുള്ള കട്ടൻ ചായയുടെ കൂടെ അടിപൊളി കോംബോ ആണ് കേട്ടോ ഈ ഒരു പടവലങ്ങ ഫ്രൈ. നല്ല ചൂടോടുകൂടെ തന്നെ കഴിക്കണം, എന്നാലായിരിക്കും നല്ല ക്രിസ്പിയിൽ നമുക്കിത് കഴിക്കാൻ പറ്റുക. ചൂടാറി കഴിഞ്ഞാൽ വലിയൊരു ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അറിയാമല്ലോ ഉള്ളിൽ പടവലങ്ങയാണ്, അപ്പോൾ അത് നല്ല ടേസ്റ്റിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രിസ്പി ആയിട്ട് ഇതാ കറുമുറു എന്ന് പറയുന്ന ഈ ഒരു സൗണ്ടുള്ള സമയത്ത് തന്നെ കഴിക്കാം. അപ്പോൾ എങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയല്ലേ. ഇനിയിപ്പം എന്നും പടവലങ്ങ മെഴുക്ക് പുരട്ടിയും കറിയൊക്കെ കഴിച്ച് മടുത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ എന്നും പടവലങ്ങ കിട്ടിയാൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു ഈസി റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.